ഹായ് എല്ലാവർക്കും എജ്യൂക്കേൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കെമിസ്ട്രി ഓർഗാനിക് സീരീസിലെ പാർട്ട് 15th വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ സാൻഡ്മേഴ്സ് റിയാക്ഷൻ, ഗേറ്റർമാൻസ് റിയാക്ഷൻ, അതുപോലെ കപ്ലിംഗ് റിയാക്ഷൻ ഓഫ് ഡയസോണിക് സോൾട്ട് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ആക്ച്വലി ഡയസോണിക് സോൾട്ടിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. ഈ വീഡിയോയുടെ ഓർഡർ കുറച്ചൊന്ന് തെറ്റിപ്പോയി. പാർട്ട് 12 അല്ലെങ്കിൽ പാർട്ട് 13th ആയിട്ട് വരേണ്ട വീഡിയോ ആയിരുന്നു ഇത്. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സാൻഡ്മേഴ്സ് റിയാക്ഷൻ, ഡയസോണിക് സോൾട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു എന്താണ് സാൻഡ്മേഴ്സ് റിയാക്ഷൻ എന്ന്. ഇതാണ് നമ്മുടെ ഡയസോണിക് സോൾട്ട്. ഇത് നമ്മൾ കണ്ടിരുന്നു. ഡയസോണിക് സോൾട്ട് ഡിസോസിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ബെൻസീൻ കാറ്റയോൺ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എന്താണ് ബെൻസീൻ റിംഗ് ഉണ്ട്, അത് പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതിനാണ് നമ്മൾ ബെൻസീൻ കാറ്റയോൺ എന്ന് പറയുന്നത്. CuCN, CuCl അതല്ല CuBr, ഈ മൂന്നിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണമായിട്ട് ആ ഡയസോണിക് സോൾട്ട് റിയാക്ട് ചെയ്യുന്നെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? സാൻഡ്മേഴ്സ് റിയാക്ഷൻ എന്ന് പറയും. ഇവിടെ നമുക്ക് എന്തായാലും ഒന്ന് പ്രൊഡക്റ്റ് കിട്ടിക്കൊണ്ടിരുന്നത്. പ്രൊഡക്റ്റ് ആയിരുന്നു നമുക്ക് ബെൻസീൻ സയനൈഡ്, ഇവിടെ നമുക്ക് ക്ലോറോ ബെൻസീൻ, ഇവിടെ നമുക്ക് ബ്രോമോ ബെൻസീൻ, N2 കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ പറഞ്ഞായിരുന്നു ഡയസോണിക് സോൾട്ടിൻ്റെ റിയാക്ഷൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതെങ്ങനെ വന്നതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡയസോണിക് സോൾട്ടിൻ്റെ വീഡിയോ കണ്ടാൽ മതി, ക്ലിയർ ആയിക്കോളും. ഒന്നുമില്ല, ഡയസോണിക് സോൾട്ട് ഡിസോസിയേറ്റ് കഴിയുമ്പോൾ ബെൻസീൻ കാറ്റയോൺ കിട്ടും. ബെൻസീൻ ഉള്ളതൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. CuCN ഡിസോസിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? Cu+ഉം Cn- അല്ലേ? ആ മൈനസ് ബെൻസീനിൽ പോയി അറ്റാക്ക് ചെയ്യും. Cn- ന്യൂക്ലിയോഫൈലാണ്, യൂഷ്വലി ഇലക്ട്രോഫൈലാണ് ബെൻസീൻ റിംഗ് അറ്റാക്ക് ചെയ്യുന്നത്. പക്ഷേ ഇൻ ദിസ് കേസ് Cn- ആണ് അറ്റാക്ക് ചെയ്യുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ബെൻസീൻ കാറ്റയോൺ ആണ് നമുക്ക് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കിട്ടുന്നത്. ഇതെല്ലാം ഞാൻ വീഡിയോ പറഞ്ഞാണ്, ആ വീഡിയോ കണ്ടാൽ മതി, കാണാത്തവരുണ്ടെങ്കിൽ. സോ ഇതാണ് നമുക്ക് പ്രൊഡക്ട്സ് കിട്ടുന്നത്. അതാണ് നമ്മുടെ സാൻഡ്മേഴ്സ് റിയാക്ഷൻ. അടുത്ത റിയാക്ഷനാണ് നമ്മുടെ ഗാറ്റർമാൻ റിയാക്ഷൻ. ഗാറ്റർമാൻ റിയാക്ഷനിൽ അഗെയിൻ ഇതൊരു ഡയസോണിക് സോൾട്ടിൻ്റെ റിയാക്ഷനാണ്. ഡയസോണിക് സോൾട്ട് ഉണ്ട്. ഇവിടെ നമുക്ക് ക്ലോറോ ബെൻസീനും ബ്രോമോ ബെൻസീനുമാണ് പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നത്. സാൻഡ്മേഴ്സ് റിയാക്ഷനിൽ കിട്ടിയ പോലെ തന്നെ സൈനൈഡ് ഉള്ള റിയാക്റ്റൻ്റ് ഒന്നും ഇവിടെ വരുന്നില്ല. അവിടെ CuCN ഉണ്ടായിരുന്നു, ഇവിടെ അതില്ല. റിയാക്റ്റൻ്റ് കുറച്ചൊരു വ്യത്യാസമേ ഉള്ളൂ റിയേജൻറ്റിൽ. ഇവിടെ കോപ്പർ പൗഡർ വിത്ത് HCl ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ നമുക്ക് ക്ലോറോ ബെൻസീൻ കിട്ടും. മനസ്സിലായല്ലോ? അവിടെ നമ്മൾ എന്തായിരുന്നു? CuCl ആണ് യൂസ് ചെയ്തത്. അടുത്തേക്ക് നമ്മൾ Cu പൗഡർ വിത്ത് HBr യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബെൻസീൻ റിങ്, അതിലൊരു Br. എന്താണ്? ബ്രോമോ ബെൻസീൻ എന്ന് പറയും. അവിടെ നമ്മൾ CuBr ആണ് യൂസ് ചെയ്തത്. അവിടെ സൈനൈഡിൻ്റെ കേസ് ഇവിടെ ഇല്ല, അവിടെ CuCN കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനാണ് ഗേറ്റർമാൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പ്രൊഡക്റ്റ് സെയിം ആണ്, ഇവിടെയും പ്രൊഡക്റ്റ് സെയിം ആണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ പ്രൊഡക്റ്റ് സെയിം വന്നുകൊണ്ട് ഏതിലാണ് കൂടുതൽ ഈൽഡ് വരുന്നതെന്ന് ക്വസ്റ്റ്യൻ വരാം. അങ്ങനെയാണെങ്കിൽ സാൻഡ്മേഴ്സ് റിയാക്ഷനിലായിരിക്കും കൂടുതൽ ഈൽഡ് ഓഫ് സാൻഡ്മേർ greater than ഗേറ്റർമാൻ. അടുത്ത റിയാക്ഷൻ നോക്കാം, കപ്ലിംഗ് റിയാക്ഷൻ. കപ്ലിംഗ് റിയാക്ഷൻ ബേസിക്കലി ഡയസോണിക് സോൾട്ടും പ്ലസ് ചില റിയാക്റ്റൻ്റായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ കപ്ലിംഗ് നടക്കും. എന്ത് നടക്കും? കപ്ലിങ്ങിൻ്റെ അർത്ഥം ജസ്റ്റ് കമ്പൈൻ ചെയ്യാവുന്നേ ഉള്ളൂ. രണ്ട് റിയാക്റ്റൻ്റ് കൂടെ ജസ്റ്റ് കമ്പൈൻ ചെയ്ത് പ്രൊഡക്റ്റ് കിട്ടും. പ്രൊഡക്റ്റ് അസോ ഡൈ ആയിരിക്കും. അസോ ഡൈ അറിയാമല്ലോ, കളേർഡ് കോമ്പൗണ്ട്. അസോ മീൻസ് കളറിനേ ഉള്ളൂ. കളർ തരാൻ കാരണം N ഡബിൾ ബോണ്ട് N എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ആയിരിക്കും. ഈ ഗ്രൂപ്പ് ഫോം ആകും. ഈ ഗ്രൂപ്പ് കാരണം നമുക്ക് കളർ കിട്ടും. നമുക്ക് റിയാക്റ്റൻ്റ് നോക്കാൻ 3 ടൈപ്പ് ഉണ്ട്. ഇത് 3 ഡിഫറെൻറ്റ് റിയാക്റ്റൻ്റാണ്. ഓർത്തിരിക്കാൻ PO, BR, AY ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. P സ്റ്റാൻഡ്സ് ഫോർ ഫിനോൾ. P എന്താണ്? ഫിനോൾ ആണ്. O സ്റ്റാൻഡ്സ് ഫോർ ഓറഞ്ച്. B സ്റ്റാൻഡ്സ് ഫോർ ബീറ്റ നാഫ്തോൾ. R stands for red. A stands for aniline അല്ലെങ്കിൽ tertiary amino acid. Y stands for yellow.
POBRAY ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഈ ഓറഞ്ച് റെഡും യെല്ലോ ഒക്കെ ഡൈയിൻ്റെ കളറാണ്, ഈ ഫോം ചെയ്യുന്ന ഡൈയിൻ്റെ കളറാണ്. നമുക്ക് റിയാക്ഷൻ നോക്കാം. ഫസ്റ്റ് ആണ് ഡൈസോണിയം സോൾട്ട് ഫിനോൾ. ഫിനോളിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഏത് കളറാണ് വരുന്നത്? PO എന്നല്ല നമ്മൾ കണ്ടത്, ഓറഞ്ച് കളറാണ് വരുന്നത്. ഓക്കെ, പ്രൊഡക്റ്റ് എന്ത് കിട്ടും? പ്രൊഡക്റ്റ് അറിയണമെങ്കിൽ OH എന്ത് ഗ്രൂപ്പാണ്? ആക്ടിവേറ്റിംഗ് ആണോ ഡീആക്ടിവേറ്റിംഗ് ആണോ? ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. അതെങ്ങനെ മനസ്സിലായി? Oൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി Hൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആയിട്ട് കൂടുതലല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ഗ്രൂപ്പാണ്? ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ ഇൻകമിംഗ് ഗ്രൂപ്പ് ഏത് പൊസിഷനിൽ വരാം? ഓർത്തോ പൊസിഷൻ, ഈ പൊസിഷനിൽ വരാം. ഓർത്തോ അല്ലെങ്കിൽ ഈ പൊസിഷൻ, പാരാ പൊസിഷനിൽ. ഏതായിരിക്കും മെജോറിറ്റി ആയിട്ട് ഫോം ചെയ്യുന്നത്? പാരാ പൊസിഷനിലായിരിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് പാരായിലായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിരിക്കുന്നത്. ഇങ്ങനെ വരും നമ്മുടെ പ്രൊഡക്റ്റ്. ക്ലോറിൻ്റെ സ്ഥലത്ത് ഫീനോൾ അറ്റാച്ച് ചെയ്യും. ഏത് പൊസിഷനിലാണ്? പാരാ പൊസിഷനിൽ. അപ്പോൾ ഇതായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന പ്രൊഡക്റ്റ്. ഇതാണ് നമ്മുടെ അസോ ഡൈ. ഇതിൻ്റെ കളർ ഏതായിരിക്കും? ഓറഞ്ച് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതാണ് ഡൈസോണിയം സോൾട്ട്, ഇതാണ് അനിലീൻ. ഡൈസോണിയം സോൾട്ട് അനിലീൻ്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പം എന്ത് കളറാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഡൈസോണിയം സോൾട്ട് അനിലിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ യെല്ലോ കളർ ആയിരിക്കും. നമുക്ക് യെല്ലോ കളറുള്ള ഒരു കോമ്പൗണ്ട് കിട്ടും. എവിടെ വന്നായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്? NH2 ഏത് ഗ്രൂപ്പാണ്? ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഓർത്തോ അല്ലെങ്കിൽ പാരാ പൊസിഷനിലായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത് ഡൈസോണിയം സോൾട്ട് വന്നിട്ട്. ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് നമുക്ക് എങ്ങനെ മനസ്സിലായി? Nൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി Hൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആണ് കൂടുതലാണ്, അതുകൊണ്ട് ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് മനസ്സിലായി. ഓർത്തോ പാര രണ്ട് കേസിൽ വരുമ്പോൾ ഏതായിരിക്കും മെജോറിറ്റി ഫോം ചെയ്യുന്നത്? പാര ആയിരിക്കും. അതുകൊണ്ട് പാരയിലാണ് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്. ഇങ്ങനെ പ്രൊഡക്റ്റ് കിട്ടും. ഇതായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന പ്രൊഡക്റ്റ്. യെല്ലോ കളേർഡ് അസോ ഡൈ. എന്തുകൊണ്ട് അസോ എന്ന് പറയുന്നു? ഈ N ഡബിൾ ബോണ്ട് N ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ടെർഷറി അമൈനാണ്. N 3 കാർബണുമായിട്ടാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലും യെല്ലോ അസോ ഡൈ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഇതാണ് ഓർത്തോ പൊസിഷൻ, ഇതാണ് പാരാ പൊസിഷൻ. പാരാ പൊസിഷനിലായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നത്. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇങ്ങനെ പ്രൊഡക്റ്റ് ഫോം ചെയ്യും. ഇതിൻ്റെ കളർ എന്തായിരിക്കും? യെല്ലോ ആയിരിക്കും. കാരണം നാം AY എന്നല്ലേ പഠിച്ചിരുന്നത്. A എന്താണ്? അനലിൻ. Y എന്താണ്? യെല്ലോ. അനലിൻ അല്ലെങ്കിൽ ടെർഷറി അമൈൻ. ഈ കേസിൽ എക്സെപ്ഷനാണ്. ഇതിനാണ് നമ്മൾ ബീറ്റ നാഫ്തോൾ എന്ന് പറഞ്ഞത്. നമ്മളിവിടെ എന്താണെന്ന് പറഞ്ഞത്? ബീറ്റ നാഫ്തോൾ. ഈ ബീറ്റ നാഫ്തോളാണ് ഈ കാണുന്നത്. ഇതാണ് ബീറ്റ നാഫ്തോൾ. സെയിം കേസാണ്. എക്സെപ്ഷൻ എവിടെയാണെന്ന് പറയാം. OH എന്ത് ഗ്രൂപ്പാണ്? ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്. ഓർത്തോ അല്ലെങ്കിൽ പാരാ പൊസിഷനിലാണ്, ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിലാണ് വരേണ്ടത്. സബ്സ്റ്റിറ്റ്യൂഷൻ പാരയിലാണ് മെജോറിറ്റി വരുന്നത്. അതാണ് നമ്മൾ ഇത്ര നേരം കണ്ടുകൊണ്ട് വന്നത്. ഇവിടെ വരുന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് രണ്ടുമാണ് ഓർത്തോ പൊസിഷൻ, ഇതാണ് പാരാ പൊസിഷൻ അല്ലേ. അപ്പം ഇതുവരെ വന്നിരിക്കുന്ന ഓർഡർ അനുസരിച്ച് പാരാ പൊസിഷനിലല്ലേ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കേണ്ടത്. പക്ഷേ ഈ കേസിൽ ഓർത്തോ പൊസിഷൻ, അതായത് ഈ പൊസിഷനിലായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്ന് നടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? ബീറ്റ നാഫ്തോൾ. ഇതെന്ത് കളറായിരിക്കും? റെഡ് കളറായിരിക്കും. റെഡ് കളേർഡ് അസോ ഡൈ. ഇതാണ് നമ്മുടെ 3 കപ്ലിംഗ് റിയാക്ഷൻ. ഇനി അത് ബേസ്ഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇൻ കപ്ലിംഗ് റിയാക്ഷൻ ഓഫ് ഡൈസോണിയം സോൾട്ട് വാട്ട് ഈസ് ഫൗണ്ട്? ഏത് ഗ്രൂപ്പാണ് ഫോം ചെയ്യുന്നത്? അസോ ഡൈയിൽ N ഡബിൾ ബോണ്ട് N ഗ്രൂപ്പാണ് ഫോം ചെയ്യുന്നത്. അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കപ്ലിംഗ് റിയാക്ഷന്, ഗേറ്റർമിൻ റിയാക്ഷൻ, സാൻഡ്വിച്ച് റിയാക്ഷൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീരീസിലുള്ള ബാക്കി വീഡിയോസ് കാണുക. അതിൻ്റെ കോൺസെപ്റ്റ്സ് എല്ലാം, ഓർഗാനിക് കെമിസ്ട്രിയിലെ കോൺസെപ്റ്റ്സ് എല്ലാം ക്ലിയർ ആകുന്നതായിരിക്കും. താങ്ക് യു.